അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയേണ്ടത് ദിസ് എന്നാണ്. അവിടെ ഒന്നിൽ കൂടുതലാണെങ്കിൽ ദിസ് മാറി എന്താവും, ദീസ് ആയി മാറും. മനസ്സിലാക്കേണ്ടത് ദൂരെ ഒരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ദാറ്റ് ആണ്. അവിടെ ഒന്നിൽ കൂടുതലാണെങ്കിൽ ദാറ്റ് മാറി എന്താവും, ദോസ് ആയി മാറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തെന്ന് പറഞ്ഞാൽ നിയർ എന്നും ദൂരെ എന്ന് പറഞ്ഞാൽ ഫാർ എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നിയർ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ദിസ് എന്നും, നിയർ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ദീസ് എന്നും പറയും. ഫാർ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ദാറ്റ് എന്നും, ഫാർ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ദോസ് എന്നും പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇതെന്റെ സുഹൃത്താണ് അല്ലേ. അവിടെ ഒന്നിൽ കൂടുതൽ കൂട്ടുകാർ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും, ദീസ് ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയും. അപ്പോൾ ദൂരെ ഒരു സുഹൃത്ത് നിൽക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്, അതെന്റെ സുഹൃത്താണ്. അവിടെ ഒന്നിൽ കൂടുതൽ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും, ദാറ്റ് മാറി അവിടെ ദോസ് ആവും, ദോസ് ആർ മൈ ഫ്രണ്ട്സ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സമ്മറി ചാർട്ട് ഉണ്ട്. ദിസും ദാറ്റും ദീസും ദോസും അല്ലേ, സിംഗുലറും പ്ലൂറലും അതുപോലെ നിയറും ഫാറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ദിസും ദാറ്റും ദീസും ദോസും ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഈ സെന്റൻസുകൾ വായിച്ചു നോക്കിയതിനു ശേഷം അവിടെ ദിസ് ആണോ, ദാറ്റ് ആണോ, ദീസ് ആണോ, ദോസ് ആണോ നിങ്ങൾ എഴുതുക. ഇവിടെ ബ്രാക്കറ്റിൽ നിയർ സിംഗുലർ, നിയർ പ്ലൂറൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടും എന്താണ് ഇത് ഫില്ല് ചെയ്യാൻ സാധിക്കും. കഴിവതും നിങ്ങൾ ഇത് നോക്കാതെ സ്വന്തമായി ഈ സെന്റൻസുകൾ വായിച്ചുകൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ, പേരുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയിലും നമ്മൾ സംസാരിക്കാൻ പേരുകൾ അത്യാവശ്യമാണ്. ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ എന്താണ് ഒരു പേര് നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്കും പറയുന്ന ആൾക്കാർക്കും മനസ്സിലാവണം. അത്തരത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ വസ്തുവിനും എന്താണ് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ് റൂമിൽ പോയി എൻ്റെ മൊബൈൽ ഫോണിങ് എടുത്തുകൊണ്ട് വരാൻ. അപ്പം മൊബൈൽ ഫോൺ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അല്ലേ ആ ഡിവൈസിന്റെ പേര് മൊബൈൽ ആണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ നിങ്ങൾ റൂമിൽ പോയി മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വരികയും ചെയ്തത്. നമ്മൾ ഓരോ ഒബ്ജക്റ്റും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഓരോന്നിനും നമ്മൾ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ പേരുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംസാര ഭാഷയിൽ എന്താണ് നമുക്കത് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യുകയുള്ളൂ. അപ്പൊ ഈ പേരുകൾ നമ്മൾ പ്രധാനമായും ഒരു 8 ആയി തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് കോമൺ നൗൺ ആണ്, പൊതുവായിട്ടുള്ള പേരുകളാണ്. അപ്പൊ പൊതുവായിട്ട് കുറെ പേരുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത് ടീച്ചർ എന്നാണ്. നമ്മളെ പരിശോധിക്കുന്ന ആൾക്കാരെ അല്ലെ, രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പരിശോധിക്കുന്ന ആൾക്കാരെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത് ഡോക്ടർ എന്നാണ്. അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള ഒരു പേരാണ്, എല്ലാവർക്കും എന്താണ് അറിയുന്ന ഒരു പേരാണ്. അപ്പൊ ഈ കോമൺ നൗണിൽ നിന്ന് നമ്മൾ ഒരു പേര് എടുത്തു പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർ നൗൺ എന്നാണ് പറയുന്നത്. ഇപ്പൊ മോൾ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപാട് മോൾ ഉണ്ടെങ്കിൽ ലുലു മാൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആയി. ഇപ്പൊ ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞാൽ അത് പൊതുവായിട്ടുള്ള പേരാണ്, കോമൺ നൗൺ ആണെങ്കിൽ ഞാൻ പറയുകയാണ് മനോജ് ഡോക്ടർ എന്ന് എടുത്തു പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആയി. അപ്പൊ പൊതുവായിട്ടുള്ള ഒരു പേര് നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. ഏതെങ്കിലും ഒരു പേര് അതിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രോപ്പർ നൗൺ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എണ്ണാൻ പറ്റുന്ന കുറെ പേരുകളുണ്ട്. ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന എന്താണ് ബുക്കായാലും ടേബിൾ ആയാലും പേനയായാലും ചെയർ ആയാലും ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്ന പേരുകളാണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് കൗണ്ടബിൾ നൗൺ എന്നാണ്. ഇത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ പേര് കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പൊതുവായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ. അപ്പൊ അങ്ങനെ എണ്ണാൻ പറ്റാത്ത പേരുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് നമ്മൾ വെള്ളം അല്ലെ, വാട്ടർ എന്ന് പറയും. അതുപോലെ നമ്മൾ എയർ എന്ന് പറയും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എണ്ണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് തലമുടി പറയാം, ഷുഗർ പഞ്ചസാര പറയാം. ഇതൊക്കെ നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഇത് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്നാണ് പറയുന്നത്, എണ്ണാൻ പറ്റാത്ത പേരുകൾ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന കുറെ പേരുകളുണ്ട്. എണ്ണാൻ പറ്റുന്നു എന്ന് പറഞ്ഞ പേരുകൾ തന്നെ നമുക്ക് എന്താണ് കാണാനും തൊടാനും പറ്റുന്ന കുറെ പേരുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടേബിൾ നമുക്ക് കാണാനും തൊടാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് എണ്ണാനും പറ്റും. അത് കൗണ്ടബിളും ആണ്, അതുപോലെ തന്നെ എന്താണ് കോൺക്രീറ്റുമാണ്. ഇത്തരം നമ്മൾ പറയുകയാണെങ്കിൽ ബുക്ക്, ടേബിൾ, ചെയർ, കമ്പ്യൂട്ടർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്നതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നത് കോൺക്രീറ്റ് നൗൺ എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിൽ കാണാനും തൊടാനും പറ്റാത്ത കുറെ പേരുകളുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ എന്നാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പ്രധാനമായും എന്താണ് വികാരങ്ങൾ, നമ്മൾ ഫീലിങ്സ് ഒക്കെ പറയാണ്. അപ്പൊ ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പൊ സ്നേഹത്തെ നമുക്ക് കാണാനും തൊടാനൊന്നും പറ്റൂല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കറേജ്, ധൈര്യം അല്ലേ, ഇതൊക്കെ നമ്മൾ എന്താണ് കാണാനും തൊടാനും പറ്റാത്ത എന്താണ് വികാരങ്ങളാണ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ് അബ്സ്ട്രാക്ട് നൗൺ എന്നാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പറയുന്നത് കളക്റ്റീവ് നൗൺ എന്നാണ്. അപ്പൊ നമ്മളൊരു ടീം എടുക്കുകയാണ്, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഇല്ലേ, ഒരു 11 പേര് അല്ലെങ്കിൽ സെവൻസ് കളിക്കുമ്പോൾ 7 പേര്, ഇത്തരത്തിൽ എന്താണ് ഒരു കൂട്ടം, ഒരു ക്രൗഡിനെയൊക്കെ നമ്മൾ പറയുന്നത് കളക്റ്റീവ് നൗൺ എന്നാണ്.
ഉദാഹരണം പറയുകയാണ് ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം പക്ഷികളാണ്. അപ്പൊ പക്ഷികളുടെ ഒരു കൂട്ടത്തെ നമ്മൾ പറയുന്ന ഫ്ലോക്കാണ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് കളക്റ്റീവ് നൗണിന്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പൗണ്ട് നൗൺ ആണ്. രണ്ട് പേരുകൾ ഒരുമിച്ച് ചേരുമ്പോൾ മറ്റൊരു പേരായി മാറുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് അല്ലേ, അവിടെ നമ്മൾ ടൂത്തും പേസ്റ്റും കൂടെ ചേർന്ന് ആ രണ്ട് പേര് ചേരുമ്പോൾ വേറൊരു പേരായി മാറുകയാണ്, ടൂത്ത് പേസ്റ്റ് ആയി മാറും. അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ അല്ലേ, ബാസ്കറ്റും ഉണ്ട് ബോളും ഉണ്ട്, രണ്ടും രണ്ട് പേരുകളാണ്. രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഒറ്റ പേരായി മാറും, ബാസ്കറ്റ് ബോൾ എന്നായി മാറും. അപ്പൊ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 8 നൗണുകളാണുള്ളത്. ഈ പേരുകൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 8ആയി തരംതിരിച്ചിട്ടുള്ളത്. അവിടെ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടാസ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ടാസ്കുകളൊന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ ശരിയായ രീതിയിൽ എന്താണ് അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ റൈറ്റ് ദ നൗൺസ്, ഈ പറയുന്ന എന്താണ് സെന്റൻസിൽ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ദ ഡോഗ് റൺസ് ഇൻ ദ പാർക്ക് ഇല്ലേ, ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് പേരുകൾ, ഒരു ഡോഗ് എന്നുള്ള ഒരു പേര് ഞാൻ ആൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതാണ് ഇല്ലേ. റൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു വെർബാണ്. പിന്നെ ഒരു പേരെന്ന് വെച്ചാൽ പാർക്കാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം രണ്ടാമത്തെ പേരെന്ന് പറഞ്ഞാൽ അവിടെ പാർക്കാണ് എഴുതേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ എന്താണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അവിടെ കോമൺ നൗൺ എഴുതാനുണ്ട്, പ്രോപ്പർ നൗൺ എഴുതാനുണ്ട്, ഒരു നൗൺ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യാനുണ്ട്. അത്തരത്തിൽ എന്താണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത ടാസ്ക് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റിന്റെ പല വേരിയേഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഐ എന്നും വി എന്നും യു എന്നും ദേ എന്നും ഹി എന്നും ഷീ എന്നും ഇറ്റ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ സബ്ജക്റ്റുകൾ അറിയുക, അതിന്റെ വേരിയേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഇറ്റ് എന്ന സബ്ജക്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ എവിടെ ഉപയോഗിച്ചാലും അതിനെ നിങ്ങൾ സിംഗുലർ ആയിട്ട് ഒന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ടേബിൾ, കസേര, ചെയർ, പൂച്ച, പട്ടി, ഇതിനൊക്കെ നമ്മൾ എന്താണ് ഇറ്റ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ ഒരു പൂച്ച, ഒരു പട്ടി, ഒരു ടേബിൾ, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇറ്റ് എന്ന സബ്ജക്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മൾ ക്ലൈമറ്റ് പറയുന്നതാണ് ഇറ്റ് എന്ന സബ്ജക്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് പറയുന്നത്. ഇപ്പൊ മഴ പെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് വെരി ഹോട്ട് ടുഡേ, ഇന്ന് വളരെയധികം എന്താണ് ചൂടാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ, ഇന്ന് വളരെയധികം തണുപ്പാണ്. അപ്പൊ ഇത്തരത്തിൽ ക്ലൈമറ്റ് പറയാൻ നമ്മൾ ഇറ്റ് എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓരോ സബ്ജക്റ്റിനും അതിന്റെ വേരിയേഷൻ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ എന്ന് വെച്ചാൽ ഞാനാണ്. അപ്പൊ എന്റെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നു ചോദിച്ചാൽ എങ്ങനെ പറയും, മൈ എന്ന് പറയും. എന്നെ എന്ന് വെച്ചാൽ മീ എന്ന് പറയും. എന്റേത് എന്ന് പറയാൻ അല്ലെ, ആ പേന എന്റേതാണ്, അല്ലെങ്കിൽ ആ മൊബൈൽ എന്റേതാണ്, ആ വീട് എന്റേതാണ്, ആ കാർ എന്റേതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് മൈൻ എന്നുള്ള യൂസേജ് ആണ്. അപ്പൊ പൊസസീവ് പ്രോണൗൺ, അതായത് ഉടമസ്ഥാവകാശത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐ എന്ന സബ്ജക്റ്റിന് നമ്മൾ മൈൻ എന്ന് പറയുന്നത്. അതൊരു സെന്റൻസിന്റെ ഏറ്റവും അവസാനം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. ദിസ് മൊബൈൽ ഈസ് മൈൻ അല്ലെ, ഈ മൊബൈൽ എന്റേതാണ്. അതുപോലെ ആ കുട്ടികൾ അവളുടേതാണ്. അപ്പൊ അവളുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ പറയും, അപ്പൊ ഷീ എന്ന് വെച്ചാൽ അവളാണ്, അവളുടേത് നമ്മൾ പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഹേഴ്സ് എന്നുള്ളതാണ്. ഇനി അവന്റേതെന്ന് പറയുമ്പോൾ ഹിസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ സ്വയം, ഞാനാണത് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ മൈസെൽഫ് എന്ന് പറയണം അല്ലേ. അപ്പൊ അവൻ സ്വയം ചെയ്ത് എങ്ങനെ പറയും, ഹിംസെൽഫ് എന്ന് പറയും. അവൾ സ്വയമാണെങ്കിൽ ഹെർസെൽഫ് എന്ന് പറയും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് സിംഗുലർ ആകുമ്പോഴാണ് നമ്മൾ സെൽഫ് എന്ന് ഉപയോഗിക്കുന്നത്. ഇത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, ഇവിടെ സെൽഫ് മാറി എന്താണ് സെൽഫ്സ് എന്നാവും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വി എന്ന് വെച്ചാൽ ഞങ്ങളാണ്, ഞങ്ങൾ സ്വയം അത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അവർ സെൽഫ്സ് എന്നാണ് അല്ലേ. വി ഡെക്കറേറ്റഡ് ദ ഹൗസ് അവർ സെൽഫ് അല്ലേ, ഞങ്ങൾ തന്നെയാണ് എന്താണ് വീട് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് ആ സെന്റൻസിൽ നമ്മൾ അവർ സെൽഫ്സ് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ മനസ്സിലാക്കി വെക്കണം, സബ്ജക്റ്റിന്റെ ഈ വേരിയേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഒരു ടാസ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഓരോ സെന്റൻസും വായിച്ചു നോക്കിയിട്ട് ആ സെന്റൻസിൽ ആ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിന്റെ ഏത് രൂപമാണ് നിങ്ങൾ എന്താണ് ഇവിടെ എഴുതേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റിന്റെ രൂപമാണ് എഴുതേണ്ടത് അല്ലേ. ഇവിടെ സബ്ജക്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ആമിന്റെ കൂടെ ഐ മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെ പറയും, ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് ടു ബൈ സം ഫ്രൂട്ട്സ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കാം, ദിസ് ഇസ് മൈ ബ്രദർ ഡാഷ് ലവ്സ് പ്ലേയിങ് ഫുട്ബോൾ അല്ലേ. അപ്പൊ ബ്രദറിനെ പറ്റിയാണ് എന്താണ് ഈ സെന്റൻസിൽ പറയുന്നത്. അപ്പൊ ബ്രദറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ബ്രദർ എന്ന് വെച്ചാൽ ഹി ആണോ ഷീ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഹി ആണ് അല്ലേ. അപ്പൊ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രോണൗൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹി എന്ന സബ്ജക്റ്റ് ഇവിടെ അവൻ എന്നുള്ളതാണ്. അതിന്റെ പ്രോണൗൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഹി എന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം സെന്റൻസ്, ദിസ് ഇസ് മൈ ബ്രദർ ഹി ലവ്സ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലാണ് ആ ടാസ്കുകൾ നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ടാസ്ക് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പൊ ഒരു കംപ്ലീറ്റ് സെന്റൻസിനകത്ത് 3 കാര്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാജഹാൻ മുംതാസിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഷാജഹാൻ ഉണ്ട്, മുംതാസ് ഉണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു സെന്റൻസിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരോ എന്തോ അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്.
ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഷാജഹാൻ ആണ് സെന്റൻസിൽ സബ്ജക്ട് അല്ലെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ സ്നേഹിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഷാജഹാൻ ആണ്, അതുകൊണ്ട് ഷാജഹാൻ സബ്ജക്റ്റ് ആയി. ഇനി ഷാജഹാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ്. അവിടെ എന്താണ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്, ലവ് ആണ്. അപ്പൊ ലവ് എന്നുള്ളത് എന്തായി? വെർബായി മാറി. അവിടെ നമ്മൾ ചോദിച്ചു നോക്കുന്നു ആരെ അല്ലെങ്കിൽ എന്തിനെ അല്ലേ. ഷാജഹാൻ സ്നേഹിക്കുന്നു, ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ ഉണ്ട്, എന്താണ്? മുംതാസ് ആണ്. അപ്പൊ മുംതാസ് ഒബ്ജക്റ്റ് ആയി. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മനസ്സിലാക്കി വെക്കേണ്ടത്. അത് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോഴും ആ സ്ട്രക്ചർ തന്നെ എഴുതണം. ആദ്യം നിങ്ങൾ പ്രവൃത്തി ചെയ്ത ആര് അല്ലെങ്കിൽ എന്ത്, അത് അവിടെ ആദ്യം സബ്ജക്റ്റ് ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞ് അവർ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ വെർബ് രണ്ടാമത് എഴുതണം. മൂന്നാമത് നമ്മൾ നിർബന്ധമായി ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞ് ബാക്കി എല്ലാം എഴുതാവൂ. അപ്പോഴേ ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും എഴുതിയാലും ആവുകയുള്ളൂ. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ മനു ജ്യൂസ് കുടിക്കുന്നു എന്ന് പറയാം. അവിടെ മനു ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കുടിക്കുന്നുണ്ട്. നമുക്കറിയാം സബ്ജക്റ്റ് മനുവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ കുടിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് മനുവാണ്, അതുകൊണ്ട് മനു സബ്ജക്റ്റ് ആയി അല്ലേ. മനു ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡ്രിങ്ക് എന്നുള്ളത് എന്തായി? വെറുബായി മാറി അല്ലേ. മനു കുടിക്കുന്നു, ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ ഒരു ആൻസർ ഉണ്ട്, എന്താണ്? ജ്യൂസ് ആണ്. അപ്പൊ ജ്യൂസ് ഒബ്ജക്റ്റ് ആയി മാറി. അപ്പൊ നമ്മൾ പറയുന്നത് മനു ഡ്രിങ്ക്സ് ജ്യൂസ് എന്നാണ്. അതുപോലെ തന്നെ ഷാജഹാൻ ലവ്സ് മുംതാസ് എന്നാണ്. ഈ രണ്ട് സെന്റൻസുകളിലും ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, രണ്ടാമത് പ്രവൃത്തി വെർബ് പറഞ്ഞു, മൂന്നാമത് ഒബ്ജക്റ്റ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്? ഈ രണ്ട് ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓർഡറെല്ലാം ഷഫിൾ ചെയ്ത് മാറ്റി തിരിച്ചും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് കേട്ടോ. വായിച്ച് നോക്കിയിട്ട് ആദ്യം നമ്മൾ സബ്ജക്റ്റ് കണ്ടെത്തി എഴുതണം, വെർബ് കണ്ടെത്തണം രണ്ടാമത്, മൂന്നാമത് നമ്മൾ ഒബ്ജക്റ്റ് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ നൗണുകൾ പേരുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഓക്സിലറി വെർബ് കഴിഞ്ഞ് പേര് വന്നു കഴിഞ്ഞാൽ, നൗൺ വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈസാറാം കഴിഞ്ഞ് നമ്മൾ വെർബ് പ്രവൃത്തി പറയുകയാണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ ഈസാറാം കഴിഞ്ഞ് നമ്മൾ നൗൺ ഒരു പേര് പറയുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആകുന്നു ആണ് എന്നുള്ള അർത്ഥമാണ്. ഷീ ഡാഷ് വെരി ഇന്റലിജന്റ്. അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ പ്രവൃത്തിയൊന്നുമില്ല, ആക്ഷൻ ഒന്നുമില്ല. നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത് ഈസാണോ ആറാണോ ആമാണോ എന്നുള്ളതാണ്. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് എഴുതണം, പ്ലൂറലാണ് ഒന്നിൽ കൂടുതലാണെങ്കിൽ ആർ എഴുതണം, ഐ ആണ് ഉപയോഗിക്കണമെങ്കിൽ ആം എഴുതണം. അതിന്റെ കൂടെ മാത്രമേ ആം വരികയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ സബ്ജക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഈസാണോ ആറാണോ ആമാണോ എന്ന് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന അർത്ഥം അവിടെ എന്താണ്? ആകുന്നു ആണെന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ അവൾ എന്താണ്? വളരെയധികം ബുദ്ധിമതിയാണ്. ഇവിടെ ബുദ്ധിമതിയാണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈസാറാം ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അവിടെ ഒന്നിൽ കൂടുതലാണെങ്കിൽ ആറും, ഐ ആണെങ്കിൽ ആമും ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ പാസ്റ്റിൽ വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വാസും വേറുമാണ്, ആകുന്നു ആണെന്നുള്ളത് ആയിരുന്നു എന്നായി മാറും. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡന്റ് അല്ലേ. നിങ്ങളൊരു വിദ്യാർത്ഥി ആയിരുന്നു എന്ന് പറയുമ്പോൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പറയാണ് നിങ്ങളൊരു വിദ്യാർത്ഥി ആയിരുന്നു, അതായത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസാറാം മാറി അവിടെ വാസ് വേറു വരുന്നു എന്നുള്ളതാണ്. അവിടെയും മനസ്സിലാക്കണം സബ്ജക്റ്റ് ഒരാളാണെങ്കിലും ഐ ആണെങ്കിലും നമ്മളവിടെ വാസ് എഴുതണമായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ. അത് കഴിഞ്ഞ് നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർ ആണ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ ആണെങ്കിൽ വേർ കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വായിച്ചു നോക്കിയിട്ട് ഒന്നാണെങ്കിലും ഐ ആണെങ്കിലും നമ്മൾ വാസ് എഴുതണം, ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ വേറാണ് എന്താണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ പ്രത്യേകം എന്താണ് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടാസ്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രസന്റ് നോക്കുകയാണെങ്കിൽ ഉണ്ടെന്ന് നമ്മൾ പറയാൻ നമുക്ക് രണ്ട് ഓക്സിലറി വെർബ് ഉണ്ട്, ഹാസും ഉണ്ട് ഹാവും ഉണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ എന്താണ് ഒരു പേര് പറയേണ്ടത്. അപ്പൊ മനു ഹാസ് എ കാർ, മനുവിന് ഒരു കാർ ഉണ്ടെന്ന് പറയാം. അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഹാസ് മാറി ഹാവ് ആവും. ദേ ഹാവ് എ കാർ, വി ഹാവ് എ കാർ. ഞങ്ങൾക്കൊരു കാറുണ്ട്, അവർക്കൊരു കാറുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത് അല്ലേ. ഒരാളാണെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ സെയിം കാര്യം നമ്മൾ പാസ്റ്റിൽ പറയുമ്പോൾ ഹാഡ് എന്നാണ് പറയുന്നത്. അപ്പൊ മനുവിനൊരു കാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹാസ് ആണ്. മനു ആ കാർ എന്താണ്? ഓലക്സ് ഇട്ട് വിറ്റു. ഇപ്പൊ മനുവിന്റെ ഈ കാറൊന്നുമില്ല. അപ്പൊ നമ്മൾ പറയുന്നു മനുവിനൊരു കാർ ഉണ്ടായിരുന്നു, മനു ഹാഡേ കാർ എന്നാണ് അല്ലേ. ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ നൗൺ ഒരു പേരാണ് പറയുന്നത്. മനു ഹാഡേ കാർ, മനുവിനൊരു കാർ ഉണ്ടായിരുന്നു. അതുപോലെ മനസ്സിലാക്കണം എന്താണ്? ഹാഡ് വന്നു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് വിഷയമല്ല. സബ്ജക്റ്റ് എന്ത് തന്നെയാലും ഐ ആയാലും വി ആയാലും യു ആയാലും ദേ ആയാലും ഹി ആയാലും നമ്മൾ ഹാഡ് എഴുതിയാൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ദേ ഹാഡേ കാർ, വി ഹാഡേ കാർ, ഐ ഹാഡേ കാർ അല്ലേ. അവിടെ ടാസ്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ഏതെങ്കിലും സെന്റൻസുകൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണ് അവിടെ ഹാഡാണ് എഴുതേണ്ടത്. അല്ലാതെ പ്രസന്റുമായി ബന്ധപ്പെടുത്തിയുള്ള സെന്റൻസുകളിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ ഹാസ് എഴുതണം, പ്ലൂറലോ ഐ ആണെങ്കിലും നിങ്ങൾ ഹാവ് ആണ് ഇവിടെ എഴുതേണ്ടത്.
ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ വിൽ ബിയും വിൽ ഹാവും ആണ് അല്ലെ. ഈസാറാം എന്ന് വെച്ചാൽ ആകുന്നു, വാസ്വർ എന്ന് വെച്ചാൽ ആയിരുന്നു. ഇനി ആയിരിക്കുമെന്ന് നമ്മൾ മലയാളത്തിൽ പറയാൻ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ട യൂസ് എന്ന് പറഞ്ഞാൽ വിൽ ബി ആണ്. അപ്പൊ വിൽ ബി കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പേര് പറഞ്ഞാൽ അവിടെ നമുക്ക് ആയിരിക്കും എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത് അല്ലെ. മനു ഈസ് എ ഡോക്ടർ, മനു ഒരു ഡോക്ടറാണ്. മനു വാസ് എ ഡോക്ടർ, മനു ഒരു ഡോക്ടർ ആയിരുന്നു, ഇപ്പൊ ഡോക്ടർ അല്ല. മനു വിൽ ബി എ ഡോക്ടർ, മനു ഒരു ഡോക്ടർ ആയിരിക്കും. മനു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ എന്താണ് 5 വർഷം കഴിഞ്ഞു മനു നല്ലൊരു ഡോക്ടർ ആയിരിക്കും എന്ന് പറയുമ്പോൾ മനു വിൽ ബി എ ഡോക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം വിൽ ഹാവ് എന്നുള്ളത് അല്ലേ. നമ്മൾ പ്രസന്റ് നമ്മൾ പറയുന്നു മനുവിനൊരു കാർ ഉണ്ട്, മനു ഹാസ് എ കാർ. മനുവിനൊരു കാർ ഉണ്ടായിരുന്നു, മനു അത് ഒലക്സിട്ട് വിറ്റു, ഇപ്പൊ മനുവിന്റെ കയ്യിൽ കാറില്ല, അപ്പൊ നമ്മൾ ഹാഡ് പറയുന്നു, മനു ഹാഡ് എ കാർ. മനു നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കാർ മനുവിന് ഉണ്ടാകും എന്ന് പറയുമ്പോൾ മനു വിൽ ഹാവ് എ കാർ എന്നാണ് അല്ലേ. അവിടെ വിൽ ഹാവ് കഴിഞ്ഞ് നമ്മൾ എന്താണ് നൗൺ ആണ് പറയേണ്ടത്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം എന്താണ് 5 വർഷം കഴിഞ്ഞ് മനുവിന് നല്ലൊരു ലൈഫ് പാർട്ണർ ഉണ്ടാകും എന്ന് പറയുമ്പോൾ മനു വിൽ ഹാവ് എ ലൈഫ് പാർട്ണർ. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കണം, ആയിരിക്കും എന്ന് പറയുമ്പോൾ വിൽ ബിയും വിൽ ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടാകുമെന്നാണ്. അപ്പൊ ഈ ടാസ്ക് ചെയ്യുമ്പോൾ ഇവിടെ വായിച്ചു നോക്കണം. വിൽ ബി എന്ന അർത്ഥം കിട്ടുന്നെങ്കിൽ നമ്മൾ ആയിരിക്കും, ഉണ്ടാകും എന്നുള്ള അർത്ഥം കിട്ടുമ്പോൾ എന്താണ് അവിടെ വിൽ ഹാവ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് എ കോളേജ് സ്റ്റുഡന്റ് അല്ലേ. ഞാനിവിടെ നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി എ കോളേജ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അടുത്ത വർഷം ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അവിടെ ഞാൻ വിൽ ഹാവ് എഴുതുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് എ കോളേജ് സ്റ്റുഡന്റ് അല്ലേ. അടുത്ത വർഷം ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ഷീ ഡാഷ് എ വണ്ടർഫുൾ ടൈം അറ്റ് ദ പാർട്ടി ടുമോറോ അല്ലേ. അവൾ നാളെ ഒരു മനോഹരമായ നിമിഷമായിരിക്കും പാർട്ടിയിൽ എന്നാണോ, അവൾക്ക് നാളെ ഒരു മനോഹരമായ നിമിഷം ഉണ്ടാകും എന്നാണോ ആ സെന്റൻസ് നമ്മൾ പറയുന്നത്? അവിടെ നമുക്കറിയാം ഷീ വിൽ ഹാവ് എ വണ്ടർഫുൾ ടൈം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതിനർത്ഥം അവൾക്ക് ഒരു മനോഹരമായ നിമിഷം ഉണ്ടാകും നാളെ പാർട്ടിയിൽ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് ബാക്കിയുള്ള ടാസ്ക് നിങ്ങൾ എന്താണ് ഇത് വായിച്ചു നോക്കി ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു മോഡൽ വെർബ്സ് ആണ് വുഡും ഷുഡും കുഡും മസ്റ്റും മൈറ്റും എന്നൊക്കെ പറയുന്നത്. നമ്മളത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി ഒരു വെർബ് പറയുന്നത് പോവുക എന്നുള്ളത് ഗോയാണ്, വരിക എന്നുള്ളത് കമ്മാണ്, കഴിക്കുക എന്നുള്ളത് ഈറ്റാണ്, ഉറങ്ങുക എന്നുള്ളത് സ്ലീപ്പാണ്. അപ്പൊ ഉറങ്ങുക എന്നുള്ള ഒരു വെർബ് നമുക്കതിന് ഉറങ്ങണം എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഈ പറയുന്ന വുഡോ ഷുഡോ ഗുഡോ മസ്റ്റോ മൈറ്റോ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കഴിഞ്ഞാൽ ഉറങ്ങണം എന്നായി. അപ്പൊ നിങ്ങൾ ഒരാളടുത്ത് പറയുകയാണ് നാളെ നിങ്ങൾ വരണം. നാളെ നമ്മൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ പറയുകയാണ്, നാളെ നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ വരിക എന്നുള്ളത് കമ്മാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അല്ലേ. അതിന്റെ ഫ്രണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മോഡൽ വെർബ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായി വരണം എന്നാവും. ഇപ്പൊ യു ഷുഡ് കം ടുമാറോ, യു വുഡ് കം ടുമാറോ, യു മൈറ്റ് കം ടുമാറോ, യു മസ്റ്റ് കം ടുമാറോ. ഇതിൽ ഏത് വെച്ചാലും അതിനർത്ഥം നാളെ നിങ്ങൾ വരണമെന്നായി. അപ്പൊ എന്താണ് അർത്ഥ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു സെന്റൻസിൽ അവിടെ വുഡ് പറഞ്ഞാൽ അത് നോർമലാണ്, ഷുഡ് പറഞ്ഞാൽ കടമയാണ്, മസ്റ്റ് പറഞ്ഞാൽ നിർബന്ധമാണ്, മൈറ്റ് പറഞ്ഞാൽ സംശയമാണ്, കുഡ് പറഞ്ഞാൽ കഴിവാണ്. അച്ഛൻ മോൻ്റെ അടുത്ത് പറയാണ് യു ഷുഡ് മാരി ഹർ, നീ അവളെ കല്യാണം കഴിക്കണം. അതിനർത്ഥം എന്താണ്? ഷുഡ് ഇവിടെ ഉപയോഗിച്ചതിന്റെ റീസൺ എന്ന് വെച്ചാൽ അത് അവന്റെ കടമയെ കാണിക്കാനാണ് അവിടെ ഷുഡ് ഉപയോഗിച്ചത്. ഇനി ആ സെന്റൻസിൽ ഷുഡ് മാറ്റി അച്ഛൻ പറയാണ് യു കുഡ് മാരി ഹർ, നീ അവളെ കല്യാണം കഴിക്കണം തന്നെയാണ് ആ സെന്റൻസിന്റെ അർത്ഥം. പക്ഷെ കുഡ് ഉപയോഗിച്ചതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള കഴിവ് അവനുണ്ട്, സാമ്പത്തികമായും എന്താണ് ആരോഗ്യപരമായിട്ടൊക്കെ കഴിവുള്ളത് കൊണ്ടാണ് അച്ഛൻ അവിടെ എന്താണ് കുഡ് ഉപയോഗിച്ചത്. ഇനി അച്ഛൻ പറയുന്നത് യു മസ്റ്റ് മാരി ഹർ, നീ അവളെ കല്യാണം കഴിക്കണം, പക്ഷെ അവിടെ നിർബന്ധമാണ്, നീ നിർബന്ധമായും കല്യാണം കഴിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അച്ഛൻ അവിടെ എന്താണ് മസ്റ്റ് ഉപയോഗിച്ചത്. അതുപോലെ എന്താണ് അച്ഛൻ പറയുകയാണ് യു മൈറ്റ് മാരി ഹർ, നീ അവിടെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ആ സെന്റൻസിന്റെ അർത്ഥം. പക്ഷെ മനസ്സിലാക്കണം മൈറ്റ് ഉപയോഗിച്ചാൽ അച്ഛനൊരു സംശയമാണ്, ഇപ്പൊ ചിലപ്പോൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കാം. ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ നമ്മൾ മൈറ്റ് ആ സെന്റൻസിൽ ഉപയോഗിക്കേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? യു വുഡ് മാരി ഹർ. അപ്പോൾ ഒരു സെന്റൻസിൽ നിർബന്ധമോ കടമയോ സംശയമോ കഴിവോ ഒന്നുമല്ല നോർമൽ ആയിട്ടുള്ള സെന്റൻസ് പറയണമെങ്കിൽ അച്ഛൻ അതുകൊണ്ടാണ് അവിടെ ഈ വുഡ് ഉപയോഗിച്ചത്. ഇവിടെ പ്രത്യേകിച്ച് എന്താണ് ഈ പറഞ്ഞ ഒരു കണ്ടീഷനും ഇല്ല. യു വുഡ് മാരി ഹർ, നീ അവളെ കല്യാണം കഴിക്കണം, നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ കല്യാണം കഴിക്കുക എന്നുള്ള വെർബിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ വുഡും ഷുഡും ഗുഡും മസ്റ്റും മൈറ്റൊക്കെ വെച്ചപ്പോൾ അത് എന്താണ് ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സെന്റൻസ് ആയി മാറി. അവിടെ നമുക്ക് കല്യാണം കഴിക്കണം എന്നായി ഇല്ലേ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഈ മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം, ഇതിനകത്ത് വുഡും കുഡൊക്കെ നമ്മൾ പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയും നമ്മൾ എന്താണ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഷുഡും മസ്റ്റും മൈറ്റൊക്കെ നമ്മൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിവിടെ വുഡ് കഴിഞ്ഞ് വെർബിന്റെ ഒരു ആക്ഷനാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. അവിടെ ഹെൽപ്പ് എന്നും ലൈക്ക് എന്നും ബൈ എന്നും അതുപോലെ പ്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെർബാണ് ഉപയോഗിച്ചത്. വുഡും ഷുഡും ഗുഡും മസ്റ്റും മൈറ്റൊക്കെ കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് വുഡ് ബീം ഷുഡ് ബീം ഗുഡ് ബീം മസ്റ്റ് ബീം മൈറ്റ് ബീം ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നൗൺ അല്ലേ ഒരു പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് ആ യൂസേജ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. മനു ഒരു ഡോക്ടറാണ്, മനു ഈസ് എ ഡോക്ടർ. മനു ഒരു ഡോക്ടർ ആയിരുന്നു, മനു വാസ് എ ഡോക്ടർ. മനു ഒരു ഡോക്ടർ ആയിരിക്കും, മനു എന്താണ് വിൽ ബി എ ഡോക്ടർ.
ഇനി മനു ഒരു ഡോക്ടർ ആയിരിക്കണം, മനു വുഡ് ബി എ ഡോക്ടർ എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ വുഡ് ബി അല്ലെങ്കിൽ കുഡ് ബി എന്നുള്ളത് പാസ്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയാറുണ്ട്. ആ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്താണ് ആ സെന്റൻസിൽ ആ യൂസേജുകൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആയിരിക്കണം എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വുഡ് ബി, ഷുഡ് ബി, വുഡ് ബി, മസ്റ്റ് ബി, മൈറ്റ് ബി, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അവിടെ അത് കഴിഞ്ഞ് നമ്മൾ നൗണാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ വെർബ് ഉപയോഗിക്കുന്നു എങ്കിൽ പ്രവൃത്തിയുടെ കൂടെ ING വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ING ആയിട്ടുള്ള ഒരു വെർബും നമ്മളിവിടെ കാണുന്നില്ല. ഇവിടെ വെർബ് ഉള്ളതെല്ലാം V1 ആണ്. അപ്പോൾ വെർബുള്ള സെന്റൻസിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാസ്ക് ചെയ്യുമ്പോൾ വുഡ് എഴുതണം. അവിടെ വെർബ് അല്ല, നൗൺ ആണ്. പേരുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വുഡ് ബി എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് യൂസേജും കൊണ്ടാണ് എന്താണ് ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം. വുഡ് ഹാവ് പ്ലസ് എന്താണ് നൗൺ, വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നിൽ പ്രവൃത്തിയാണ്, വെർബാണ്, മറ്റൊന്നിൽ പേരാണ് വരുന്നത്. ഈ രണ്ട് യൂസേജുകളും നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം നമുക്ക് ഉണ്ടാകണമായിരുന്നു പക്ഷെ നമുക്ക് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്താണ് നൗണുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ വെർബുമായി ബന്ധപ്പെടുത്തിയും ഈ യൂസേജുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്നലെ ക്ലാസ്സിന് വരേണ്ടതായിരുന്നു. അവിടെ നമ്മൾ പറയുന്നത് വെർബിന്റെ അല്ലെ പ്രവൃത്തിയുടെ V3 ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു വുഡ് ഹാവ് കം ടു അറ്റൻഡ് ദ ക്ലാസ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വുഡ് ഹാവ് കഴിഞ്ഞാൽ കം, കെയിം, കം. കമ്മിന്റെ V3യും കം തന്നെയാണ്, കം ആണ് ഉപയോഗിച്ചത്. നിങ്ങൾ ഇന്നലെ അവിടെ പോകേണ്ടതായിരുന്നു, യു വുഡ് ഹാവ് ഗോൺ ദെയർ അല്ലേ, നിങ്ങൾ അവിടെ പോകേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ പോയില്ല എന്നുള്ളതാണ് പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ആക്ഷനാണ് പറയുന്നത്. നിങ്ങൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു, യു വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നിങ്ങൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു. വുഡ് ഹാവ് കഴിഞ്ഞാൽ സ്റ്റഡി എന്ന വെർബിന്റെ V3 ആണ് ഉപയോഗിച്ചത്, സ്റ്റഡീഡ് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം നിങ്ങൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ പഠിച്ചില്ല, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ വുഡ് ഹാവ് കഴിഞ്ഞ് എന്താണ് വെർബാണ് അവിടെ ഉപയോഗിക്കുന്നത്. വെർബ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കണം V3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി വുഡ് ഹാവ് കഴിഞ്ഞ് നമുക്ക് പേരുകളും പറയാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, യു വുഡ് ഹാവ് എന്താണ് BMW കാർ ഇഫ് യു ഹാഡ് വോൺ ദ ലോട്ടറി. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു BMW കാർ ഉണ്ടാകണമായിരുന്നു. അതിനർത്ഥം ലോട്ടറി അടിച്ചതുമില്ല, എന്താണ് BMW കാർ ഇല്ല അല്ലേ. അത് പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അവിടെ വുഡ് ഹാവ് കഴിഞ്ഞ് നമ്മൾ എന്താണ് നൗൺ BMW കാർ എന്നാണ് പറഞ്ഞത്. യു വുഡ് ഹാവ് എ ഗുഡ് ജോബ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടാകണമായിരുന്നു. വുഡ് ഹാവ് എ ഗുഡ് ജോബ്. വുഡ് ഹാവ് കഴിഞ്ഞ് നൗണാണ് പറഞ്ഞത് ഗുഡ് ജോബ് എന്ന്. അപ്പൊ വുഡ് ഹാവ് കഴിഞ്ഞ് നമുക്ക് നൗണും പറയാം, വുഡ് ഹാവ് കഴിഞ്ഞ് നമുക്ക് വെർബും പറയാം. പാസ്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള രണ്ട് സെന്റൻസുകളാണ് നിങ്ങൾ പ്രത്യേകം എന്താണ് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ ടാസ്കിലെല്ലാം നമ്മൾ എഴുതേണ്ടത് വുഡ് ഹാവ് തന്നെയാണ്. അവിടെ നമുക്ക് വെർബ് ഉണ്ടാവും അല്ലേ, പിന്നെന്നുള്ള വോൺ ഉണ്ട്, ഹെൽപ്പ് എന്നുള്ള ഹെൽപ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നൗണും ഉണ്ട്. ഈ സെന്റൻസുകളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇവിടെ എല്ലാം നിങ്ങൾ വുഡ് ഹാവ് തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിന്റെ അർത്ഥം നിങ്ങൾ എന്താണ് വായിച്ചു നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഈ ടാസ്കുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. അത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച് അത് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.